IPL ക്വാളിഫയറിന്റെ റേസ് ഇന്റൻസ് ആയിരിക്കുമ്പോൾ നിലവിലെ സാധ്യതകൾ എങ്ങനെയെന്ന് നോക്കാം. 4ാം സ്ഥാനത്ത് നിൽക്കുന്ന മുംബൈക്ക് 18 പോയിന്റ് വരെ മാത്രമേ ഇനിയെത്താൻ പറ്റൂ. വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ 99% എലിമിനേറ്റർ കളിക്കാൻ പോകുന്ന ടീം മുംബൈ തന്നെയാണ്. ടോപ്പിലുള്ള 3-ൽ 2 ടീമുകൾ ഇനിയുള്ള എല്ലാ മത്സരങ്ങളും തോറ്റാൽ മാത്രമേ മുംബൈക്ക് ഒരു ടോപ്പ് 2 ഫിനിഷ് കിട്ടൂ. അതിനുള്ള ചാൻസ് കുറച്ച് കുറവ് തന്നെയാണ് കാണുന്നത്. ഇന്ന് പഞ്ചാബ് ജയിച്ചാൽ തന്നെ ഓൾമോസ്റ്റ് MIയുടെ ക്വാളിഫയർ 1 ചാൻസ് നഷ്ടപ്പെടും. ഗുജറാത്തിന്റെ ലാസ്റ്റ് ഗെയിം ചെന്നൈയുമായിട്ടാണ് താനും. RCB വലിയ മാർജിനിൽ ഇന്നലെ തോറ്റതോടെ എലിമിനേറ്റർ എന്ന പോസിബിലിറ്റി വളരെയധികമായി ഉയർന്നിട്ടുണ്ട്. ഇന്നലെ മുംബൈ RCB എലിമിനേറ്റർ എന്ന പ്രഡിക്ഷൻ വീഡിയോയിൽ പറഞ്ഞപ്പോൾ അതിന്റെ പോസിബിലിറ്റി ഇത്ര പെട്ടെന്ന് തന്നെ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഒന്നുകിൽ പഞ്ചാബ് 2 കളിയും തോൽക്കുക, അല്ലെങ്കിൽ പഞ്ചാബ് ഒരു മത്സരത്തിൽ വലിയ മാർജിൻ തോൽവിയും മറ്റൊരു മത്സരത്തിൽ ചെറിയ മാർജിൻ വിജയവും നേടിയാൽ മാത്രമേ RCBക്ക് ടോപ്പ് 2 ഫിനിഷ് ഇനി കിട്ടൂ. ഇന്ന് പഞ്ചാബ് ജയിച്ചാൽ തന്നെ പിന്നെ അവസാന മത്സരത്തിൽ RCB LSയെ 40 റൺസിന് മുകളിൽ തോൽപ്പിക്കുകയോ അല്ലെങ്കിൽ മുംബൈ പഞ്ചാബിനെ അതിന് സിമിലറായ മാർജിനിൽ തോൽപ്പിക്കുകയോ വേണം. അതല്ലെങ്കിൽ അവസാന മത്സരത്തിൽ CSK ഗുജറാത്തിനെ തോൽപ്പിക്കണം. പക്ഷേ ഈ സീസൺ കണ്ടിട്ട് അതിനുള്ള സാധ്യതയും തോന്നുന്നില്ല. നിലവിൽ RCB MI തന്നെയാണ് എലിമിനേറ്റർ പോസിബിലിറ്റി. 2ാം സ്ഥാനത്ത് നിൽക്കുന്ന പഞ്ചാബിന്റെ കാര്യങ്ങൾ ഇപ്പോൾ വളരെ സിമ്പിളാണ്. ഒന്നെങ്കിൽ 2 മത്സരങ്ങൾ വിജയിക്കുക, അല്ലെങ്കിൽ ഒരു മത്സരം വിജയിച്ച് മറ്റൊരു മത്സരം ചെറിയ മാർജിനിൽ തോൽക്കുക എന്ന സിനാരിയോ വന്നാൽ ടോപ്പ് 2 ഫിനിഷ് അവർക്ക് കിട്ടും. സെൻസിബിളായി ഇനിയുള്ള 2 മത്സരത്തെയും സമീപിച്ചാൽ ക്വാളിഫയർ 1 പഞ്ചാബിനെ കളിക്കാം. 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഗുജറാത്തിന് അവസാന മത്സരത്തിൽ ചെന്നൈയെ തോൽപ്പിച്ചാൽ ക്വാളിഫയർ 1 ഉറപ്പാണ്. പഞ്ചാബ്, RCB എന്നിവരിൽ ആരെങ്കിലും ഒരാൾ ഒരു മത്സരം തോക്കുക എന്നത് മാത്രമായിരുന്നു GTക്ക് ക്വാളിഫയർ 1 കളിക്കാൻ വേണ്ടിയിരുന്നത്. അത് ഇന്നലെ കൃത്യമായി നടന്നു. ഇനി ഇതിൽ ഒരു ടെസ്റ്റ് വരണമെങ്കിൽ ചെന്നൈ അവസാന മത്സരത്തിൽ ഗുജറാത്തിനെ തോൽപ്പിക്കണം. അങ്ങനെയെങ്കിൽ ഒരു മത്സരം മാത്രം വിജയിച്ചാൽ RCBക്കും പഞ്ചാബിനും ക്വാളിഫയർ 1 കളിക്കാം. പക്ഷേ ചെന്നൈ ഈ സീസൺ മൊത്തം കളിച്ച പാറ്റേൺ വെച്ച് അവർ ഗുജറാത്തിനെ തോൽപ്പിച്ചാൽ അട്ടിമറി എന്ന് വിളിക്കേണ്ടി വരും. ആ ലെവലിലാണ് CSK ഇത്തവണ കളിച്ചിട്ടുള്ളത്. സോ ഇപ്പോഴത്തെ നിലയിൽ ഗുജറാത്ത് പഞ്ചാബ് ക്വാളിഫയർ 1ഉം RCB MI എലിമിനേറ്ററും തന്നെയാണ് പോസിബിലിറ്റി.